പ്രൈസ് ടു ജീസസ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വളരെ വേദനയോടെ നോക്കിക്കാണേണ്ടതാണ് ഇന്നത്തെ ദേവാലയങ്ങൾ. ദേവാലയങ്ങളാണോ കമ്പോള വ്യാപാര ലേലം വിളി മാർക്കറ്റാണോ എന്ന് സംശയമുണ്ട്. ഇതൊരു ബിസിനസ് കേന്ദ്രമാണോ? എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ലേലം പിടിച്ചിരുന്നത് സാധാരണ അവിടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന മെമ്പേഴ്സുണ്ട്. അവരാണ് മറ്റ് പുരോഹിതന്മാരൊന്നും, പുരോഹിത സഭകളുടെ പുരോഹിതന്മാർ അവരതിനകത്തേക്കൊന്നും വന്ന് ലേലം വിളിക്കാനും മറ്റു കാര്യങ്ങൾക്കൊന്നും അവർ വരത്തില്ലായിരുന്നു. അവര് വലിയ ശുശ്രൂഷയെ വളരെ ഭയഭക്തിയോടുകൂടി കണ്ടിരുന്നു കുഞ്ഞുനാളിലൊക്കെ. അത് മാറി. ഇപ്പോ ഒരു കച്ചവട സ്ഥാപനം, അതായത് കമ്പോളം മാർക്കറ്റിൽ ലേലം വിളിക്കുന്നതിനേക്കാൾ, മീൻചന്തയിൽ ലേലം വിളിക്കുന്നതിനേക്കാൾ തരം താണ ഇന്നത്തെ സമർപ്പിക്കപ്പെട്ട ആലയങ്ങൾ, അതായത് പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കപ്പെട്ടതാണ് ഒരു പള്ളി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പള്ളികളെല്ലാം, പുരോഹിത സഭ പള്ളികളെല്ലാം ഇന്ന് തരം താണ. പുരോഹിതന്മാരുൾപ്പെടെ കുർബാന പൂർത്തീകരിക്കണ്ടോ എന്ന് പോലും അറിയത്തില്ല. അവര് പുറത്തിറങ്ങുന്ന, അവരാണ് വാഴക്കൊലയെടുത്ത് ഉയർത്തുന്നതും കോഴിയെ ലേലം വിളിക്കുന്നതൊക്കെ അവരുടെ ഡ്യൂട്ടിയായി മാറി. ഇപ്പൊ വെറും തൊഴിലാളി വർഗങ്ങളാണ്. കാരണം തൊഴിലാളി വർഗങ്ങളാണ് ഇപ്പോൾ വെറുതെ ഒരു നേരം പോക്കിന് വന്നു, വെറുതെ ഒരു കാര്യങ്ങൾക്ക് വന്നു. ഞങ്ങളുടെ ഒരു തൊഴില്, ഞങ്ങളൊരു ശമ്പളം, മാസ ശമ്പളം മേടിക്കണമല്ലോ, അത്രേ ഉള്ളൂ. ആ ഒരു തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ വന്ന് ചെയ്യുന്ന ഒരു ജോലി, ഒരു ജോബായി ഇന്നത്തെ ഈ കുർബാന നടത്തുന്നു. ശരിക്കും പറഞ്ഞാൽ എത്രയോ ഭയാനകമാണ്. യെശയ്യാ പ്രവാചകൻ പറയുന്ന ഒരു ആലയത്തെ പറ്റി യഹോശുവയുടെ ഹൃദയത്തെ കണ്ട് യെശയ്യാവ് എഴുതി വെച്ചിരിക്കുന്ന പ്രവചനമുണ്ട്. യെശയ്യാവ് ദർശനത്തിൽ കണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. ഞാൻ എനിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആലയം അത് ഇന്ന വിധമായിരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി വിശുദ്ധ യെശയ്യാ പ്രവാചകൻ 56-ാമത്തെ അധ്യായം 6ഉം 7ഉം വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാവും. എന്താണ്? എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസരായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും ശാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധ ഗിരിയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ദഹന ബലികളും മറ്റു ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എൻ്റെ ആലയം എല്ലാ ജനങ്ങൾക്കും, എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് അറിയപ്പെടും. ഇതാണ് യെശയ്യാ പ്രവാചകനിലൂടെ വിശുദ്ധ യഹോശുവയുടെ ഹൃദയത്തിൽ എന്താണോ ഇരുന്നത്, സമർപ്പിക്കപ്പെട്ട ദേവാലയത്തിന്റെ അകത്ത് ആഗ്രഹിച്ചത് എന്താണോ അതാണ് പറഞ്ഞത്. ഒന്ന്, എന്നെ സേവിക്കുന്ന ജനമായിരിക്കണം, എന്നെ ആത്മാർത്ഥതയോടെ തൻ്റെ ജനമായിരിക്കണം. വിശുദ്ധ ബലി നടത്തുന്ന പുരോഹിതൻ എന്നെ സേവിക്കുന്നവനായിരിക്കണം. കൂടി നിൽക്കുന്ന സഭാ ജനങ്ങൾ എൻ്റെ ശരീരത്തിന്റെ ഭാഗവാദികളായിരിക്കണം. അവർ എന്നെ മാത്രം സേവിക്കുന്ന, അന്യാരാധന കയറ്റാത്ത ജനമായി മാറണം. രണ്ടാമത് പറയുന്നു, എൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവനായിരിക്കണം. യഹോശുവയുടെ നാമത്തെ ആയിരിക്കണം അവിടെ ഇമ്പോർട്ടന്റ്. മറ്റൊരു ആരാധനയ്ക്കോ മറ്റൊരു മാമോൻ സ്പിരിറ്റിനോ സാമ്പത്തിക വിഷയങ്ങൾക്കോ അല്ല, മറിച്ച് എൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ. മൂന്നാമത് പറയുന്നു, എൻ്റെ ദാസരായിരിക്കണം അവർ. എൻ്റെ ദാസർ, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം അവർ. അവിടെ കൂടി വരുന്നവർ എൻ്റെ ശുശ്രൂഷകർ, എന്നെ മാത്രം ആരാധിക്കുന്ന, എന്നെ മാത്രം സ്നേഹിക്കുന്ന എൻ്റെ ശുശ്രൂഷകർ, അവർ എൻ്റെ ദാസന്മാരായിരിക്കണം. മൂന്നാമത് പറയുന്നു, ദാസരായിരിക്കണം, എന്നോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം. ശാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും വേണം. ശാബത്ത് അശുദ്ധമാക്കരുത് എന്ന് വച്ചാൽ അന്യാരാധന, അതായത് മറ്റുള്ള വിഗ്രഹങ്ങൾ ഒക്കെ ചർച്ചിന്റെ അകത്ത് കയറ്റിവെച്ച് ഇത് വലിയ 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 കാര്യങ്ങളാന്ന് പറയാതെ, എൻ്റെ ആലയത്തെ അശുദ്ധമാക്കാതെ ശാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തപ്പെടുത്തണം. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞ എൻ്റെ ഉടമ്പടി, വിശുദ്ധ ബലി, അതിനോട് വിശ്വസ്തത പുലർത്തുന്ന പുരോഹിതന്മാരായിരിക്കണം.
കൂടുന്ന ജനങ്ങളുമായിരിക്കണം, സഭയുടെ പാർട്സ് ആയിരിക്കണം, ഒരേ മനസ്സായിരിക്കണം, ഒരേ അംഗങ്ങളായിരിക്കണം. ഇതാണ് അത്യുന്നതനായ ദൈവം തന്റെ ഹൃദയത്തിലിരിക്കുന്ന കാര്യങ്ങളെ യെശയ്യാവിന് പ്രവചനത്തിലൂടെ ദർശനം കൊടുത്ത് യെശയ്യാവ് പറയുക, ഒരു സമർപ്പിക്കപ്പെട്ട ആലയത്തിന്റെ അകത്ത് ആലയം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് പോയാൽ അതൊരിക്കലും യഹോശുവയ്ക്ക് സമർപ്പിക്കപ്പെട്ട ആലയത്തിന് പുറത്ത് ചാടിക്കൊണ്ട് ഇസത്തിൽ പോകുന്ന ആലയമാകുമെന്നുള്ളതിന് ഒരു സംശയമില്ല. താഴേക്ക് വായിക്കുമ്പോൾ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധ ഗിരിയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ ആലയത്തിൽ അവർക്ക് സന്തോഷം ചെയ്യും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ, എന്നയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആലയത്തിൽ വരുന്നവർ അവർ സന്തോഷത്തോടു കൂടി പോകണം. അവരുടെ ദഹന ബലികളും മറ്റു ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എൻ്റെ ആലയം ജനതകൾക്കുള്ളതായിരിക്കും. ഇന്നത്തെ ബലിപീഠത്തിനുള്ള ആ ബലികളെല്ലാം എത്ര സ്വീകാര്യമാണെന്ന് കേരളത്തിലേക്ക് നോക്കിയറിയാം. അടിയും ബഹളവും, പുരോഹിതന്മാർ പെരുവഴിക്ക് സമരങ്ങളും കോലാഹലങ്ങളും കെട്ടി പരസ്പരം വിദ്വേഷവും വാരി എറിയുന്ന ഇതേ രീതിയിലുള്ള ഈ ആലയത്തിലെ ഉടമ്പടിയോടെ എന്തു വിശ്വസ്തതയുണ്ട്? ഒരു വിശ്വസ്തതയില്ല. അപ്പൊ കമ്പോള വ്യാപാര മാർക്കറ്റ് മീൻചന്തയേക്കാൾ താഴെ നിൽക്കുന്ന ഇന്നത്തെ സമർപ്പിക്കപ്പെട്ട ആലയത്തിന്റെ സ്ഥിതി ഇതാണ്. 1001 രൂപ, 5000 രൂപ, 50,000 രൂപ, 55,000 രൂപ, രണ്ടു തരം. 1 60,000, 61 70,000 രൂപ, 75,000 രൂപ, 80,000 രൂപ, 85,000 രൂപ, 87,000 രൂപ, 90,000 രൂപ, 94,000 രൂപ, 1,25,000 രൂപ, 101 രൂപ, രണ്ടു തരം. 1,25,101 രൂപ. ആലയത്തെ ജെറാമെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? 7-ാം അധ്യായം 11-ാമത്തെ വാക്യം, എന്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾ മോഷ്ടാക്കളുടെ ഗുഹയായോ? ഇതാ ഞാൻ തന്നെ ഇത് കാണുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു. എന്താ പറയുന്നത്? എന്റെ നാമം വിളിച്ചിരിക്കുന്ന, നാമം വഹിക്കുന്ന സമർപ്പിക്കപ്പെട്ട ദേവാലയമില്ലേ, ഈ നാമം വഹിക്കുന്ന ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയായി മാറി. എന്ന് വെച്ചാൽ അത്യുന്നതനായ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പിരിച്ചു മേടിച്ചിട്ട് ഇപ്പൊ സ്വയം അവനവന് തോന്നുന്ന രീതിയിൽ അടിയും ബഹളവും കമ്പോള മാർക്കറ്റും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെയായി മാറി ഒരു ബിസിനസ് മണ്ഡലമാക്കി മാറ്റിവെച്ചു. ഇന്നത്തെ സമർപ്പിക്കപ്പെട്ട അത്യുന്നതനായ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ചർച്ച്, ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം. മഹേഷ് ശീപൻ. ഒരു ഗ്രാമിന്റെ ഒരു ഗോൾഡ് കോയിൻ എന്നൊക്കെ വിളിക്കുന്ന പുരോഹിത സഭകൾ ഇന്നതാണ്. പണ്ട് പുരോഹിതന്മാരൊന്നും ലേലം പിടിക്കാൻ അറിയുന്നില്ല. ഇപ്പൊ അവരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്, അവരാണ് ലേലം പിടിക്കണേ, അവരാണ് വാഴക്കോല എടുത്ത് ഉയർത്തുന്നത്, അവരാണ് കോഴിമുട്ട ഉയർത്തുന്നത്, അവരാണ് പൂവൻ കോഴി വരെയും ലേലത്തിൽ വിളിക്കാൻ അവരറിയുന്നു. ഇവരെത്രമാത്രം ബലിയിൽ, സാബത്ത് ബലിയിൽ ഇവർ വിശ്വസ്തത പുലർത്തുന്നു. വെറും കൂലിത്തൊഴിലാളികളുടെ അതേ തരത്തിനേക്കാൾ കൂടുതൽ അവർ കാണുപോയി എന്നുള്ളത് ഇന്നത്തെ ചർച്ചിലേക്ക് നോക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാം. അതുകൊണ്ട് 12-ാമത്തെ വാക്യം, ജെറമ്യാ 7:12 വായിക്കുമ്പോൾ, എന്റെ നാമം ഞാൻ ആദ്യം പ്രതിഷ്ഠിച്ച് ശിലോയിൽ നിന്നും ചെന്ന് നോക്കുവിൻ. എന്റെ ജനമായ ഇസ്രായേലിന്റെ ദുഷ്ടത മൂലം ഞാൻ അവിടെ എന്താണ് ചെയ്തത്? ഇസ്രായേലിന്റെ ദുഷ്ടത മൂലം ഇസ്രായേൽ ചർച്ച് എന്ത് ചെയ്തു? പുരോഹിതന്മാരൊക്കെ ബലിക്കല്ലിന്മേൽ വാളിന് വെട്ടി കൊലപ്പെടുത്തി പീസായി. ഇസ്രായേലിന്റെ നഗര മധ്യത്തിലൂടെ എന്താ ഒഴുകി? മനുഷ്യ ബ്ലഡ് ഒഴുകി. അതുപോലെ നശിപ്പിക്കപ്പെട്ടു. ശിലോങ്ങൾ ഗോപുരം പണിതപ്പോ 12 പേർ മരിച്ചു. അല്ലെ? എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. ഇന്നത്തെ പുരോഹിത സഭകൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അന്നിരുന്ന അത്യുന്നതനായ ദൈവമാ ഇന്നും ഇരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ആലയം എന്തായി? കർത്താവ് ഈ ആലയത്തെ ചാട്ടവാറെടുത്ത് അടിച്ചു. യോഹന്നാന്റെ സുവിശേഷം അതിന് 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ, കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെ എല്ലാ ആളുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്നും പുറത്താക്കി. നാണയ കൈമാറ്റക്കാരുടെ നാണയങ്ങൾ
ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. ഇതാണ് പറഞ്ഞത്. അപ്പൊ അന്ന് കയ്യപ്പാവും അന്നാസും കൂടി, അമ്മായപ്പനും മരുമോനും കൂടി നടത്തിയ ഇസ്രായേൽ ദേവാലയത്തിൽ നടത്തിയ അതേ ബിസിനസ് അവിടെ കൊണ്ട് നിന്നില്ല. അവിടെ കൊണ്ട് ഇന്ന് ഇവിടെ വരെ, ഇവിടെ വരെ ആ ബിസിനസ് പിന്തുടർന്ന് ഓരോ പുരോഹിത സഭകൾ കൂടി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്നത്തെ ചർച്ചുകള്, ഇന്നത്തെ ആലയങ്ങള് ഒരു കച്ചവട സ്ഥാപനങ്ങളാക്കി മാറ്റി. ആർക്ക് എന്ത് പ്രയോജനം? ഇതെങ്ങനെ പ്രാർത്ഥനാലയമാകും? അവിടെ വരുന്ന ജനങ്ങൾക്ക് എങ്ങനെ മാനസാന്തരം ഉണ്ടാകും? അവിടെ വരുന്ന ജനത്തിന് ഏത് വ്യവസ്ഥയിൽ ഒരു പ്രത്യാശ ഉണ്ടാകും? ഇന്നത്തെ പുരോഹിതന്മാർ ഉൾപ്പെടെ വിശുദ്ധ ബലി പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. കാരണം അവിടെ എല്ലാം മുൻപേ നിൽക്കുന്നത് എങ്ങനെ ബിസിനസ് ഉണ്ടാകാം. ഇന്ന് ഓരോ പ്രാർത്ഥനയ്ക്കും അല്ലെങ്കിൽ വിശുദ്ധ ബലി നടത്തുന്നതിന് വരെ ഫീസ് ഈടാക്കിക്കൊണ്ടിരിക്കുക. സൗജന്യമായി ദൈവം കൊടുത്തു, അത് സൗജന്യമായി കൊടുക്കുന്നതിന് പകരം വിലയ്ക്ക് വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു വലിയ കമ്പോളം മേഖലയായി ഇന്നത്തെ സഭകള് മാറിക്കൊണ്ടിരിക്കുക. അപ്പോ ഇന്ന് എത്രയോ അധപ്പതിച്ചു പോയി എന്നുള്ളതാണ് ഇന്നത്തെ കേരളത്തിലെ ഈ ചർച്ചകളിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ പള്ളികളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത്. ഇന്നൊക്കെ ഒരു എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ. എങ്ങനെ വലിയ മോടി പിടിപ്പിച്ച് പെരുന്നാൾ കഴിക്കാം, എങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ നടത്താം, ഒരു എന്റർടൈൻമെന്റ്. അല്ലാതെ ദൈവമായിട്ടോ ദൈവത്തിന്റെ ആത്മാവുമായിട്ടോ അപ്പോസ്തല ഉപദേശങ്ങളുമായിട്ടോ ഒരു കണക്റ്റും ഇല്ല. പറയുമ്പോൾ പറയും ഞങ്ങൾ ആ പത്രോസ് ശ്ലീഹായുടെ പിന്തുടർച്ചക്കാരാണ്, ഞങ്ങൾ അതാണ് ഇതാണ് ചേനയാണെന്നൊക്കെ പറയും. പക്ഷെ ഒന്നുമില്ല. അതിൽ നിന്നൊക്കെ പുറത്ത് ചാടിയിട്ട് സ്വയം വ്യാഖ്യാനിച്ച് സ്വയം കണ്ടെത്തി വലിയ വലിയ കാര്യങ്ങളുടെ പദ്ധതികൾ രൂപീകരിച്ച് നടത്തിക്കൊണ്ടു പോകുന്നു. വിശുദ്ധ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, എന്തെന്നാൽ ജഡീകമായി ജീവിക്കുന്നവൻ ജഡകാര്യത്തിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡീകമായി ജീവിക്കുന്നവർ ഇനിയിപ്പൊ എന്താന്ന് പറഞ്ഞാലും ഈ ചർച്ചിന്റെ അകത്ത് അവർക്ക് പണം ഉണ്ടാക്കണം, അവർക്ക് സമ്പത്ത് ഉണ്ടാക്കണം, അവിടെ പള്ളി മോടി പിടിപ്പിക്കണം, അതൊരു ബിസിനസ് കമ്പോള സ്ഥാപനമാകണം. ആ ജഡത്തിന്റെ ചിന്ത, ആത്മീയ ചിന്ത അതിന്റെ അകത്തില്ല. ഇന്നത്തെ ആലയത്തിന്റെ അകത്ത് ആത്മീയ ചിന്ത അതിന്റെ അകത്തില്ല. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത് എന്താണ് പറയുന്നത്? എന്നാൽ ജഡീകമായി ജീവിക്കുന്നവർ ജഡകാര്യങ്ങളിലുള്ള മനസ്സ് വയ്ക്കുന്നത്. ആ ജഡകാര്യങ്ങളിലുള്ള പൈസയുടെ സമ്പത്ത് മാമോൻ സ്പിരിറ്റ് ആണ്. അവിടെ എങ്ങനെ ഉണ്ടാക്കാം? അവര് ജഡീക കാര്യങ്ങൾ മനസ്സ് വയ്ക്കുന്നു. ആത്മീയമായി ജീവിക്കുന്നവരാവട്ടെ അവർ ആത്മീയ കാര്യങ്ങൾ മനസ്സ് വയ്ക്കുന്നു. അവരാരെന്ത് കൊണ്ടുവന്നെന്താ? ആര് വിളിച്ചെന്നാ? എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ കർത്താവിന്റെ ശുശ്രൂഷ ഞാൻ കരുതാം. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ഉത്തരവാദിത്വം. അത് ആത്മീയ മനസ്സ്. ആത്മീയമായി ജനിച്ചവർക്ക് മാത്രമേ, ആത്മീയമായി ജീവിക്കുന്നവരാവട്ടെ അവർ ആത്മീയ കാര്യങ്ങളെ മനസ്സ് വെക്കത്തുള്ളൂ. ഇന്നത്തെ ആലയത്തിൽ എവിടെ ആത്മീയ കാര്യങ്ങൾ? ഇന്ന് പരസ്പരം കല്ല് വെച്ചേറ, എന്നിട്ട് വന്നിട്ട് ഈ വൈരാഗ്യത്തോടും കോപത്തോടും വിശുദ്ധ ബലി ശാപതാചരിക്കും. കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെടുത്ത് വാഴ്ക്കും. കോപത്തോടെ ദേഷ്യവും കോപവും കൊണ്ട് നിൽക്കും. എന്നിട്ട് ഒരുത്തന് അതിന് ദേഷ്യവും കോപത്തോടെ അതേ പോയിന്റിൽ പോയി വിശുദ്ധ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യും. അതാണ് ഇന്നത്തെ പുരോഹിത സഭകൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ജഡീകമായി പ്രവർത്തിച്ചു. അതുകൊണ്ട് ഇന്ന് എന്തായി? ബിസിനസ് സാമ്രാജ്യമായി പോയി. ഇന്ന് പ്രാർത്ഥനാലയം എന്ന് പറയുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, ഇതൊരു കച്ചവട സ്ഥാപനമാക്കി ഇന്നത്തെ ആലയം മാറ്റിക്കളഞ്ഞു. കച്ചവട സ്ഥാപനമാക്കി മാറ്റിക്കളഞ്ഞു. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, ഈ കാലത്ത് ചർച്ചിനെയും പള്ളിയെയും അല്ലെങ്കിൽ പുരോഹിത സഭകളെയും കണ്ട് ആത്മീയ ജീവ കർത്താവിനോട് കൂടെ അടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ വചനത്തോടും സത്യസുവിശേഷത്തോടും കൂടെ ചേർന്ന് നിന്നാൽ ഒരു നിത്യ സ്വർഗരാജ്യം നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിന്റെ വരവടുക്കുമ്പോൾ ഇതുപോലുള്ള പല കാര്യങ്ങളും ഇനി നടക്കും. ചർച്ചകളൊക്കെ മാറ്റപ്പെടും. ഇപ്പൊ വിദേശങ്ങളിലെല്ലാം ചർച്ചകൾ ക്ലബ്ബാക്കി മാറ്റി, ചർച്ചകൾ വിൽക്കാൻ വെച്ചിരിക്കുക, ക്ലബ്ബാക്കി മാറ്റി കളഞ്ഞു. അതുപോലെ കേരളത്തിലും വിദൂരമല്ല ചർച്ചകൾ വിൽക്കാനൊക്കൊന്നും, അത് വിദൂരമല്ല. അതുകൊണ്ട് ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ജനമായി, കർത്താവിന്റെ സഭയായി, ശരീരമായി, സഭയുടെ പാർട്സുകളായി ഇനിയുള്ള കാലം മുൻപോട്ട് പോകാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.